ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ജർമ്മനിയിലാണ്. പക്ഷേ നമ്മൾ പോകാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും അതിമനോഹരമായ ഒരു രാജ്യത്തേക്കാണ്. അതാണ് ലിസ്റ്റൻസ്റ്റൈൻ. അവിടുത്തെ തലസ്ഥാനമായ വഡൂസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാറിലാണ് നമ്മൾ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ വഴിയിലെ കാഴ്ചകളെല്ലാം അടിപൊളിയാണ്. ഈ ചെറിയ രാജ്യത്ത് നമുക്ക് കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും സമയം വേണ്ട, നമുക്ക് പോവാം. നമ്മൾ ഈ യാത്ര പോയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വന്നു. ആ സമയത്തെ കാലാവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു മൂടിയ അന്തരീക്ഷമാണ്, പക്ഷേ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. ഹൈവേ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു ക്രിസ്മസ് അവധിക്കാണ് ഞങ്ങൾ വഡൂസിലേക്ക് പോകുന്നത്. ഒത്തിരി നാളത്തെ പ്രിപ്പറേഷനൊന്നുമില്ല. പെട്ടെന്നൊരു 2 ആഴ്ച കൊണ്ടെടുത്ത തീരുമാനമാണ്. ലിസ്റ്റൻസ്റ്റൈനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ആർമിയോ അതുപോലെ തന്നെ എയർപോർട്ടുകളോ ഒന്നുമില്ലാത്ത രാജ്യമാണ്. പക്ഷേ അതിസമ്പന്നമായ ഒരു രാജ്യമാണ് ലിസ്റ്റൻസ്റ്റൈൻ. അങ്ങനെ നമ്മൾ ലിസ്റ്റൻസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ വഡൂസ് കാസ്റ്റിലാണ്. ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ടയിലാണ് ഇവിടുത്തെ രാജകുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ഫെയറി ടെയിൽ കൊട്ടാരം പോലെ തന്നെ തോന്നും. മാത്രമല്ല, ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വഡൂസ് നഗരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. വഡൂസ് കാസ്റ്റിൽ കണ്ട് നമ്മൾ നേരെ വന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ലിസ്റ്റൻസ്റ്റൈൻ ലാൻഡ് മ്യൂസിയം അഥവാ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയുമായിട്ടുള്ള അടുത്തറിയാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള അവിടുത്തെ രാജാക്കന്മാരുടെ ആയുധങ്ങളും വസ്ത്രങ്ങളും നാണയങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കൊച്ചു രാജ്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ മ്യൂസിയം സന്ദർശിക്കുന്നത് നിങ്ങളെ സഹായിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കാണിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ അനുവദനീയമല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മുൻവശത്തുള്ള വലിയ കെട്ടിടം ലിസ്റ്റൻസ്റ്റൈനിൻ്റെ ഗവൺമെൻറ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ചരിത്ര കെട്ടിടമാണ്. പീറ്റേഴ്സ് കൈസർ പ്ലാറ്റ്സ് എന്നാണ് ഈ ഒരു ചത്തുരത്തിൻ്റെ പേര്. 1903 മുതൽ 1905 വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഇതെല്ലാം നിർമ്മിച്ചത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൻറ്റ് ഫ്ലോറിൻ കത്തീഡ്രൽ കാണാൻ പറ്റും. ഈ കെട്ടിടത്തിൻ്റെ തൊട്ട് പുറകിൽ വലതുവശത്തെ കാണുന്ന ഉയർന്ന കൂർത്ത ഗോപുരമുള്ള ദേവാലയമാണ് സെൻറ്റ് ഫ്ലോറിൻ കത്തീഡ്രൽ. കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തായി ലിസ്റ്റൻസ്റ്റൈനിൻ്റെ ദേശീയ പതാകയും മുകളിൽ രാജകീയ മുദ്രയുള്ള മനോഹരമായ ആർച്ച് മാതൃകയുള്ള പ്രധാന വാതിലും കാണാൻ സാധിക്കും. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ചേർന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിന് അടുത്ത് തന്നെയാണ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. 1874 ഈ പള്ളി പണി കഴിപ്പിച്ചത്. ഗോത്തിക് ശൈലിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉയരമുള്ള ആ ഗോപുരം ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാം. ഉള്ളിൽ കയറിയപ്പോൾ വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ്. ഇവിടുത്തെ ആർക്കിടെക്ചറും അതുപോലെ ഗ്ലാസ് വർക്കുകളും എല്ലാം കാണേണ്ടത് തന്നെയാണ്. വഡൂസിലെ തന്നെ പ്രധാനമായ ഒരു ലാൻഡ്മാർക്കാണിത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഉള്ളിലോട്ട് ക്യാമറ അനുവദിക്കില്ല. പുറത്തുള്ള എല്ലാ വിഷ്വൽസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജോസഫ് ഗബ്രിയൽ ഫോൺ ഗറൈബിയുടെ സ്മാരകമാണ്. അദ്ദേഹം വഡൂസിൽ ജനിച്ച് ലോകപ്രശസ്തനായ ഒരു സംവിധായകനും പ്രൊഫസറുമായിരുന്നു. പള്ളിയോട് ചേർന്നാണ് ആ ഒരു സ്മാരകമുള്ളത്. വഡൂസിലെ ഈ പ്രശസ്തമായ ചർച്ച് 1869 നിർമ്മാണം ആരംഭിക്കുന്നത്. 1874 ദേവാലയം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്. പ്രശസ്ത ഓസ്ട്രിയൻ വാസ്തുശില്പിയായ ഫ്രീഡിഷ് ഫോൺ ഷ്മിത്ത് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. വിയന്നയിലെ പ്രശസ്തമായ സിറ്റി ഹാൾ ഡിസൈൻ ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ ലിച്ചൻസ്റ്റൈനിലെ രാജീയ കുടുംബാംഗങ്ങളുടെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയും ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഫ്രാൻസിസ് ജോസ് രണ്ടാമൻ രാജാവും അദ്ദേഹത്തിൻ്റെ പത്നി ജീന രാജ്ഞിയും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. തുടക്കത്തിലൊരു സാധാരണ പള്ളിയായിരുന്നു ഇത്. 1997 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വഡൂസ് ആർച്ച് ഒരു പ്രധാന കത്തീഡ്രൽ ആയി ഉയർത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലോക്ക് ടവർ നമുക്ക് ഒരുപാട് ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അടുത്തായി നമ്മൾ പോകുന്നത് ലിച്ചൻസ്റ്റൈനിൻ്റെ ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിലോട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ അവർ വഡൂസ് കാസ്റ്റലിൻ്റെ ഒരു മാതൃക, ഒരു മിനിയേച്ചർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് സഞ്ചാരികൾക്കോ അത് ദൃശ്യങ്ങൾ പകർത്താൻ വരുന്നവർക്കോ ആർക്കും ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവ് കൃത്യമായി ഓരോ ജനാല പോലും കറക്റ്റ് അളവിലാണ് അവർ മിനിയേച്ചറായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇൻഫർമേഷനോട് ചേർന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് അവിടെ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഒരു പാസ്പോർട്ടിന് 3 സ്വിസ് ഫ്രാങ്ക് ആണ്, അല്ലെങ്കിൽ ഏകദേശം ഒരു 3.3 യൂറോ ആണ്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഒരു 300 രൂപ ഏകദേശം. പേയ്മെൻറ്റ് ക്യാഷായിട്ടും കാർഡായിട്ടും ഇവിടെ കൊടുക്കും. ഞങ്ങൾ കാർഡായിട്ടാണ് കൊടുത്തത്. ഇതിൽ ഡേറ്റ് എടുക്കുന്നത് ഡിസംബറിലെയാണ്. കാരണം ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ ഞങ്ങളിത് ഡിസംബറിലാണ് പോയത്. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്നത് ഒരു സുവനീറായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. കാരണം യൂറോപ്പിലെങ്ങും അതിർത്തി പാസുകളോ അതിർത്തി ചെക്ക് പോയിന്റുകളിൽ നമ്മുടെ വിസയിൽ സ്റ്റാമ്പോ ചെയ്യുന്നില്ല. ഈ കാണുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സാണ്. പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ബസ്സുകളാണ് ഈ രാജ്യം മുഴുവൻ ബസ് സർവീസ് നടത്തുന്നത്. ടിക്കറ്റ് നിരക്കുകൾ ഏകദേശം സിംഗിൾ ടിക്കറ്റിന് നമുക്ക് 2 മുതൽ 5 സ്വിസ് ഫ്രാങ്ക് ആണ്. ഏകദേശം 2 മുതൽ 5 യൂറോ വരെ ആണ് ചിലവ് വരുന്നത്. ബസ് ഡ്രൈവറിൽ നിന്നോ ബസ് സ്റ്റോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മെഷീനുകളിൽ നിന്നോ നമ്മുടെ മൊബൈൽ വഴിയോ നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അടുത്തായി പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്കാണ്. റെയിൻ നദിക്ക് കുറുകെയുള്ള പാലം കടന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് സ്വിറ്റ്സർലാൻഡിലെ അതിർത്തിയിലെത്തും. ലിച്ചൻസ്റ്റൈനും സ്വിറ്റ്സർലാൻഡും തമ്മിൽ പ്രത്യേകം പാസ്പോർട്ടോ ചെക്കിംഗ് ബോർഡറുകളോ യാതൊരുവിധ പരിശോധനകളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് അതിർത്തി കടക്കാം. വഡൂസിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്കോ പ്രധാന നഗരമായ സൂരിച്ചിലേക്കോ ലുസേനിലേക്കോ ഡ്രൈവ് ചെയ്യുമ്പോൾ വഴിയോര കാഴ്ചകൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇരുവശത്തും മനോഹരമായ ആൽപ്സ് പർവ്വതനിരകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും എല്ലാം നന്നായി കാണാം. 1-2 തടാകങ്ങളും കണ്ടു. സ്വിറ്റ്സർലാൻഡിലേക്ക് വണ്ടി ഓടിക്കാനായിട്ട് നമുക്കൊരു 40 സ്വിസ് ഫ്രാങ്കിൻ്റെ ടോൾ നിരക്കുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മളത് എക്സ്ട്രാ പേ ചെയ്യുന്നില്ല. പിന്നെ അവിടെ സ്പീഡ് ലിമിറ്റും ക്യാമറകളും എല്ലാം വളരെയധികം കർശനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.